Good morning to all. Today I am going to teach NISBED, that is National Institute for Entrepreneurship and Small Business Development. Next, NEDB, National Entrepreneurship Development Technopark. In the previous class, we already learned some institutions which provide support to the entrepreneurs for starting and developing entrepreneurship. We already learned SIDCO, that is Small Industry Development Corporation, SSI, Small Industry Development Institute, then Khadi Village Industries Commission, next National Small Industries Corporation, SIDBI, that is Small Industries Development Bank. Today I am going to teach NISBED, that is National Institute for Entrepreneurship and Small Business Development. NISBED was registered as a society under the Government of India Society Act and started functioning from 6th July 1983. The main objective of NISBED is to organize, conduct and coordinate training program for entrepreneurship development in collaboration with the various institutes and organizations. അപ്പോൾ NISBED ഒരു സൊസൈറ്റി ആയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തത്. അത് അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിലാണ് NISBED രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഫ്രം 6th July 1983 and its functions start from 6th July 1983. NISBEDിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്റ്റ്, അതുപോലെ കോർഡിനേറ്റ് ചെയ്യുക എന്ത് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഓൺട്രപ്രണറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യുക ഇൻ കൊളാബറേഷൻ വിത്ത് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻ. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും കൂടി ചേർന്ന് ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ് NISBEDിൻ്റെ മെയിൻ എയിം. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് NISBED ഈസ് ടു കണ്ടക്ട് ആൻഡ് കോർഡിനേറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയുള്ളത്? ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻ കൊളാബറേഷൻ വിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻ. അതായത് ഈ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും കൂടി ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് എന്ത് പ്രൊവൈഡ് ചെയ്യുക? ട്രെയിനിങ് പ്രോഗ്രാം. ആർക്ക്? ഓൺട്രപ്രണേഴ്സ്. ഇതാണ് നമ്മുടെ NISBEDിൻ്റെ മെയിൻ എയിം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയത് 6th July 1983 ആണ്. ഇത് രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിലാണ് NISBED രജിസ്റ്റർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് NISBED. എന്താണ് ഈ NISBED എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് പറയുന്നത് to evolve standardized material and processing for selection, training, support and sustains of entrepreneurs potential and existing. അതായത് ഓൺട്രപ്രണേഴ്സിനെ സെലക്ട് ചെയ്യാനും അവർ ഏത് പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് NISBED ചെയ്യുന്നത്. ടു ഇവോൾവ് സ്റ്റാൻഡർഡൈസ്ഡ് മെറ്റീരിയൽ ആൻഡ് പ്രോസസ്സിങ്, മെറ്റീരിയൽസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്, അതുപോലെ സെലക്ഷൻ, ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണമെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് NISBED ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ടു ഹെൽപ്പ് ഓർ സപ്പോർട്ട് ആൻഡ് അഫിലിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ക്യാരി ഔട്ട് ട്രെയിനിങ് ആൻഡ് അതർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അതായത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാം. ടു ഹെൽപ്പ് ഓർ സപ്പോർട്ട് ആൻഡ് അഫിലിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ക്യാരി ഔട്ട് ട്രെയിനിങ് ആൻഡ് അതർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ട
പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. തേർഡ് പോയിന്റ്, ടു സെർവ് ആസ് ആൻ അപ്പെക്സ് നാഷണൽ ലെവൽ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതായത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ലെവലിലായിട്ടുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വർത്തിക്കാം. ഇതും നീസ്ബഡിൻ്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ടു പ്രൊവൈഡ് വൈറ്റൽ ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ടു ട്രെയിനേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് ഓണ്ടർപ്രണേഴ്സ് ബൈ ഓർഗനൈസിങ് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റ് റെലവൻറ്റ് ടു ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതായത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റിസർച്ച് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള വൈറ്റൽ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ സപ്പോർട്ടും കൊടുക്കുക. ഇതും നീസ്ബഡിൻ്റെ ഒബ്ജക്റ്റീവാണ്. To provide vital information and support to the trainers, promoters and entrepreneurs by organizing research and documentation relevant to entrepreneurship development. അപ്പം നീസ്ബഡിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, to train the trainers, promoters and consultants in various area of entrepreneurship development. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വേരിയസ് ട്രെയിനേഴ്സിന് അതുപോലെ പ്രൊമോട്ടേഴ്സിന് കൺസൾട്ടൻസിന് വേണ്ടിയിട്ടുള്ള അവർക്കൊക്കെ വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ടു ട്രെയിൻ ദ ട്രെയിനേഴ്സ്, ട്രെയിനിങ് കൊടുക്കുന്നവരെ, അതുപോലെ പ്രൊമോട്ടേഴ്സ്, കൺസൾട്ടൻസ്, ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നീസ്ബഡ്. നെക്സ്റ്റ്, ടു ട്രെയിൻ ദ ട്രെയിനേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ഇൻ വേരിയസ് ഏരിയ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, പ്രൊമോട്ടേഴ്സിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. സെവൻത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ഫോറംസ് ഫോർ ദി ഇൻറ്റിഗ്രേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ഫോർ പോളിസി ഫോർമുലേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ അറ്റ് വേരിയസ് ലെവൽ. അതായത് നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫോറംസിൽ എക്സ്ചേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് ഫോർ പോളിസി ഫോർമുലേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ, പോളിസിയുടെ ഫോർമുലേഷനും അതുപോലെ തന്നെ മോഡിഫിക്കേഷനും വേരിയസ് ലെവലിൽ ഹെൽപ്പ് ചെയ്യാം. ഇതും നീസ്ബഡിൻ്റെ ഒബ്ജക്റ്റീവാണ്. എയ്ത്ത് പോയിന്റ്, ടു ഓഫർ കൺസൾട്ടൻസി നാഷണലി ഓർ ഇൻ്റർനാഷണലി ഫോർ പ്രൊമോഷൻ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. അതായത് കൺസൾട്ടൻസി കണ്ടക്ട് ചെയ്യാം നാഷണൽ ലെവലും അതുപോലെ ഇൻ്റർനാഷണൽ ലെവലും. എന്തിനു വേണ്ടി? ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യാം. നയൻത്ത് പോയിന്റ്, ടു ഷെയർ ഇൻ്റർനാഷണലി വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസും അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഇതും നീസ്ബഡിൻ്റെ ഒബ്ജക്റ്റീവാണ്. ടു ഷെയർ ഇൻ്റർനാഷണലി ഇറ്റ്സ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇൻ്റർനാഷണൽ ലെവലിലുള്ളത് ഇവരായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നീസ്ബഡിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് വി മൂവ് ടു ദി ഫങ്ഷൻസ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് നീസ്ബഡ്. ഫസ്റ്റ് പോയിന്റ്, ടു മേക്ക് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ്. അതായത് നീസ്ബഡിൻ്റെ ഒബ്ജക്റ്റീവാണ് ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസും മെത്തേഡ്സും ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ടു മേക്ക് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ്. സെക്കൻഡ് പോയിന്റ്, ടു സ്റ്റാൻഡർഡൈസ് മോഡൽ സിലബസ് ഫോർ ട്രെയിനിങ്. ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള സിലബസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അതും നീസ്ബഡിൻ്റെ ഫങ്ഷനാണ്. തേർഡ് പോയിന്റ്, ടു ഡെവലപ്പ് ട്രെയിനിങ് എയ്ഡ്സ്, ടൂൾസ് ആൻഡ് മാനുവൽസ്. അതായത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എയ്ഡ്സ് അതുപോലെ തന്നെ ടൂൾസ്, മാനുവൽസ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഫോർത്ത് പോയിന്റ്, ടു കണ്ടക്ട് വർക്ക്ഷോപ്പ്, സെമിനാർസ് ആൻഡ് കോൺഫറൻസ്. അതായത് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, കോൺഫറൻസ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ടു ഇവാലുവേറ്റ് ദ ബെനിഫിറ്റ് ഓഫ് EDP ആൻഡ് പ്രൊമോട്ട് ദ പ്രോസസ് ഓഫ് ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാലോ ഈ നീസ്ബഡിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
Sixth point, to help government and other agencies in executive entrepreneur development program. ഓണ്ടർപ്രനറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാം. സെവൻത്ത് പോയിന്റ്, ടു അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇ ഡി പിയുടെ ഏരിയയിൽ, അതായത് ഓണ്ടർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ഡെവലപ്മെൻറ്റ് വരുത്താൻ ആവശ്യമായിട്ടുള്ള റിസർച്ച് ഡെവലപ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാം. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫങ്ഷൻസിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടു മേക്ക് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ്. Second point, to standardize model syllabus for training. Third point, to develop training aids, tools and manuals. Fourth point, to conduct workshops, seminars and conferences. Fifth point, to evaluate the benefit of EDP and promote the process of entrepreneurial development. Sixth point, to help government and other agencies in executive entrepreneur development programs. Seventh point, to undertake research and development in the field of EDPs. അപ്പം നമ്മുടെ നീസ് ബഡ് കഴിഞ്ഞു. അതായത് നീസ് ബഡിൻ്റെ മീനിങ് പഠിക്കുക, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്. നെക്സ്റ്റ് വി മൂവ് ടു ദി NEDB, ദാറ്റ് ഈസ് നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. The National Entrepreneurship Development Board is the apex body for determining the policy for the development of entrepreneurship in the country. It was formed in 1983. അതായത് NEDB അപ്പെക്സ് ബോഡിയാണ്. എന്തിനു വേണ്ടി? ഫോർ ഡിറ്റർമൈനിങ് പോളിസി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഇൻ ദ കൺട്രി. ഒരു രാജ്യത്തിലെ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് NEDB. ഒന്നുകൂടി നോക്കാം. The National Entrepreneurship Development Board is the apex body for determining the policy for development of entrepreneurship in the country. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ് ഈ NEDBയുടെ മെയിൻ എയിം. ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ഇൻ 1983. 1983 NEDB എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഡൈവേഴ്സ് ആൻഡ് റെക്കമെൻഡ് ടു ദി ഗവൺമെൻറ് സ്കീംസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഫോർ ദി ഗ്രോത്ത്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ സ്മോൾ ബിസിനസ്. അതായത് സ്മോൾ ബിസിനസ്സിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്ത് ബാക്ക്വേർഡിൽ നിൽക്കുന്ന ഏരിയകളെ മുന്നിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. Next, we move to the functions of NEDB. First function is to identify and remove entry barriers for potential entrepreneurs. അതായത് ഒരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ബുദ്ധിമുട്ടുകൾ, ബാരിയേഴ്സുകൾ റിമൂവ് ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, to identify and remove entry barriers for potential entrepreneurs. Second point, to focus on existing entrepreneurs in micro, tiny and small scale and identify and remove constraints to survivals. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സിനെ ഫോക്കസ് ചെയ്യുക ഇൻ മൈക്രോ, ടൈനി ആൻഡ് സ്മോൾ സ്കേറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ റിമൂവ്. അതായത് ഇപ്പോൾ നിലവിൽ ഫങ്ഷൻ ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ ബാരിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റിമൂവ് ചെയ്യുന്നതാണ്. സെക്കൻഡ് കേസിൽ പറയുന്നത് നിലവിലുള്ള ഓണ്ടർപ്രണേഴ്സിൻ്റെ എന്തൊക്കെ കോൺസ്ട്രെയിൻറ്റ്സ് ഉണ്ടെന്ന് അത് കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്യുക. Third point, to facilitate the consolidation, growth and diversification of existing entrepreneurs ventures in all possible way. അതായത് ഗ്രോത്തിന് വേണ്ടി ഡൈവേഴ്സിഫിക്കേഷനും എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. ഫോർത്ത് പോയിന്റ്, ടു സപ്പോർട്ട് സ്കിൽ അപ്ഗ്രേഡേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ലേണിംഗ് പ്രോസസ്സ്. അതായത് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഒന്നും കൂടി നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് ഫങ്ഷൻസ് ഓഫ് NEDB. ഫസ്റ്റ് പോയിന്റ്, ടു ഐഡൻറ്റിഫൈ ആൻഡ് റിമൂവ് എൻട്രി ബാരിയേഴ്സ് ഫോർ പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സ്. സെക്കൻഡ് പോയിന്റ്, ടു ഫോക്കസ് ഓൺ എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സ് ഇൻ മൈക്രോ, ടൈനി ആൻഡ് സ്മോൾ സെക്ടർ and identify and remove constraints to survival's growth and continuously improve performance. Third point, to facilitate the consolidation, growth
and diversification of existing entrepreneurs' ventures in all possible ways. Fourth point, to support skill upgradation and renewal of learning process. Next, various strategies of NEDB. First point, evolving training methodology. Second, evolving syllabus for various training program. Third, developing training aids, tools, etc. Fourth, assisting the activities of other agencies engaged in the training of potential entrepreneurs. Fifth point, training to the trainers. Sixth, developing entrepreneurial culture among the people. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഇവോൾവിങ് ട്രെയിനിങ് മെത്തഡോളജി, അതായത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെത്തഡോളജികൾ ഇവോൾവ് ചെയ്യാം. സെക്കൻഡ്, ഇവോൾവിങ് സിലബസ് ഫോർ വേരിയസ് ട്രെയിനിങ് പ്രോഗ്രാം. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് എന്ത് വേണം? സിലബസ്. ആ സിലബസുകൾ എന്ത് ചെയ്യാം? ഇവോൾവ് ചെയ്യാം. തേർഡ് പോയിന്റ്, ടു ഡെവലപ്പ് ട്രെയിനിങ് എയ്ഡ്സ്, ടൂൾസ്, എക്സെട്ര. അതായത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള എയ്ഡ്സ്, ടൂൾസൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഫോർത്ത് പോയിന്റ്, അസിസ്റ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് അതർ ഏജൻസീസ് എൻഗേജ്ഡ് ഇൻ ദ ട്രെയിനിങ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺടർപ്രണേഴ്സ്. അതായത് ഓൺടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അസിസ്റ്റ് ചെയ്യാം. ഫിഫ്ത്ത് പോയിന്റ്, ട്രെയിനിങ് ദ ട്രെയിനേഴ്സ്. ഈ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനേഴ്സിന് ട്രെയിനിങ് ഇവർ പ്രൊവൈഡ് ചെയ്യും. സിക്സ്ത് പോയിന്റ്, ഡെവലപ്പിംഗ് ഓൺടർപ്രണറിയൽ കൾച്ചർ എമംഗ് ദി പീപ്പിൾ. ജനങ്ങളുടെ ഇടയിൽ ഒരു ഓൺടർപ്രണറിയൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ഒന്നും കൂടി. സ്ട്രാറ്റജീസ് ഓഫ് NEDB. ഫസ്റ്റ് പോയിന്റ്, ഇവോൾവിംഗ് ട്രെയിനിങ് മെത്തഡോളജി. സെക്കൻഡ്, ഇവോൾവിംഗ് സിലബസ് ഫോർ വേരിയസ് ട്രെയിനിങ് പ്രോഗ്രാം. തേർഡ്, ഡെവലപ്പിംഗ് ട്രെയിനിങ് എയ്ഡ്സ്, ടൂൾസ്, എക്സെട്ര. Fourth, assisting the activities of other agencies engaged in the training of potential entrepreneurs. Fifth point, training the trainers. Sixth point, developing entrepreneurial culture among the people. Next, we move to the Technopark. ടെക്നോപാർക്ക് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. അതായത് നമ്മുടെ കേരളത്തിലെ ടെക്നോപാർക്ക് തിരുവനന്തപുരത്താണ്. അത് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ടെക്നോപാർക്ക് സിംപ്ലി റെഫേഴ്സ് ടു ടെക്നോളജി പാർക്ക്. ടെക്നോളജി പാർക്ക് എന്നാണ് ടെക്നോപാർക്കിനെ സിംപ്ലി പറയുന്നത്. ദ ടെക്നോപാർക്ക് ഈസ് എ ടെക്നോളജി പാർക്ക് വെയർ ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് ഫെസിലിറ്റീസ് നീഡഡ് ഫോർ ഹൈ ടെക്നോളജി ടു സ്റ്റാർട്ട് ആൻഡ് ഓപ്പറേറ്റ് ആർ പ്രൊവൈഡ്. ഹൈ ടെക്നോളജികളൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഈ ടെക്നോ പാർക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓൺടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടെക്നോ പാർക്ക്. കേരളത്തിൽ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. ഇത് 18th November 1990 എസ്റ്റാബ്ലിഷ് ചെയ്തത് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള. കേരള ഗവൺമെൻറ്റാണ് ടെക്നോ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി പാർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള IT പാർക്കാണ് ഏത്? ടെക്നോ പാർക്ക്. പിന്നെ ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് 400 കമ്പനീസിൽ എംപ്ലോയി മോർ ദാൻ 56 പ്രൊഫഷണൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ടെക്നോ പാർക്കിൽ. അപ്പോൾ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക്. 4 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ബിസിനസ് സപ്പോർട്ട്. സെക്കൻഡ്, ബിസിനസ് ഇൻട്രൊഡക്ഷൻ. തേർഡ്, ടെക്നോളജി ഇന്നൊവേഷൻ. ഫോർത്ത്, സ്ട്രെങ്തനിങ് കോപ്പറേഷൻ. ബിസിനസ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോ പാർക്ക് സെക്യൂർസ് ഹൈടെക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് ദ ഷെയറിംഗ് സിസ്റ്റം. നമുക്കറിയാം IT ഫീൽഡിൻ്റെ ഹൈ ടെക്നോളജീസും എക്യുപ്മെൻറ്റ്സും ഒക്കെയാണ് ടെക്നോ പാർക്കിൻ്റെ കയ്യിലുള്ളത്. It provide office space, technical and entrepreneurs consultancy services. It also provide domestic and global marketing support. ഡൊമസ്റ്റിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട് ടെക്നോ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ബിസിനസ് ഇൻട്രൊഡക്ഷൻ. ടെക്നോ പാർക്ക് ഡിസ്കവേഴ്സ് പ്രോസ്പെക്റ്റീവ് ആൻഡ് ടെക് ഫോർവേഡ് ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്. ടെക്നോ പാർക്കുകൾ സ്റ്റാർട്ടപ്പ് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് എനേബിൾസ് ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് കോമേഴ്സ്യലൈസേഷൻ ഓഫ്
transferred technologies. Beside, it secures high-tech entrepreneurs. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകളുടെ ഇൻട്രൊഡക്ഷന് വേണ്ടി ടെക്നോ പാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ടെക്നോളജി ഇന്നൊവേഷൻ. Techno Park provide innovative technology development through joint study and research with the industry, academy and research institution. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ അക്കാഡമി, ഇൻഡസ്ട്രി ഇവർ തമ്മിലായിട്ട് ജോയിൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്ത് പുതിയതായിട്ടുള്ള ടെക്നോളജീസ് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രെങ്തനിങ് കോപ്പറേഷൻ. ടെക്നോ പാർക്ക് സ്ട്രെങ്തനിങ് ദ കോപ്പറേഷൻ ties of related parties by formulating local network. ലോക്കൽ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അവർ തമ്മിൽ കോപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക്. ഫസ്റ്റ് പോയിന്റ്, ബിസിനസ് സപ്പോർട്ട്. സെക്കൻഡ്, ബിസിനസ് ഇൻട്രൊഡക്ഷൻ. തേർഡ്, ടെക്നോളജി ഇന്നൊവേഷൻ. ഫോർത്ത്, സ്ട്രെങ്തനിങ് കോപ്പറേഷൻ. നമ്മളിന്ന് 3 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പഠിച്ചത്. നീസ്ബഡ്, ടെക്നോ പാർക്ക്, NEDBI. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് നീസ്ബഡ്. അതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഓണ്ടർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് നീസ്ബഡ് ഈസ് ടു ഓർഗനൈസ്, കണ്ടക്ട് ആൻഡ് കോർഡിനേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻ കൊളാബറേഷൻ വിത്ത് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്, അപ്പെക്സ് ബോഡിയാണ് ഫോർ ഡിറ്റർമൈനിങ് ദ പോളിസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഇൻ ദ കൺട്രി. ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പോളിസീസുകൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് NEDB, നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, ടെക്നോ പാർക്ക്. ടെക്നോ പാർക്ക് is a technology park where the infrastructure and support facilities needed for high technology to start and operate are provided. അതായത് ഹൈ ടെക്നോളജികളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെക്നോ പാർക്ക്. കേരളത്തിൻ്റെ ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടെക്നോ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നീസ്ബഡ്? Next, what are the strategies of NEDB? Final question, third question, functions of Technopark. Okay, thank you.